29 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം ഹോസ്ദുർഗ് താലൂക്ക് വനിതാ സർവീസ് സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി എം കരുണാകരന് വിപുലമായ യാത്രയപ്പും ഉപഹാര സമർപ്പണവും നൽകി. റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ കുഞ്ഞിക്കണ്ണൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 29 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹോസ്ദുർഗ് താലൂക്ക് വനിതാ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി കരുണാകരന് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല മെച്ചമുണ്ടായി. കാരണം പ്രസ്ഥാനത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ ഒരു വനിതാ സംഘം കൈവരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ ഭരണസാധികൾ നേരത്തെ ഭവാനി ടീച്ചറെ പറ്റി പറഞ്ഞു. പിന്നീട് വന്ന മറ്റൊരു ടീച്ചർ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. എനിക്ക് അവരോ എന്താ പറഞ്ഞത് നമ്മൾ പല കാര്യത്തിലും അവരൊരു മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇപ്പോൾ PhD എടുത്തോ, ഡോക്ടറേറ്റ് എടുത്തോ, ഇനിയിപ്പോൾ BEd കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. അതൊക്കെ തന്നെ അടുത്ത കാലത്തിൽ അല്ലേ 60s എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു കുടുംബമൊക്കെ സെറ്റിലായതിനു ശേഷം ഇത്രയും കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ BEd കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി 2-3 ടേം ഈ ഒരു സംഘത്തെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട്. വളരെ പരിമിതമായ സൗകര്യത്തിൽ ആരംഭിച്ച ഇന്ന് സ്വന്തമായി 3 നില കെട്ടിടവും ജില്ലയിലെ തന്നെ 1ാം ക്ലാസ് വനിതാ സൊസൈറ്റിയായി രൂപാന്തരം പ്രാപിച്ചതിൽ വിരമിക്കുന്ന സെക്രട്ടറിയുടെ അചഞ്ചലമായ നിശ്ചല ദാർഢ്യത്തിന്റെയും അക്ഷീണ പരിശ്രമത്തിന്റെയും ഫലമായാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. സംഘം പ്രസിഡന്റ് വിമല കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TK സുധാകരൻ സെക്രട്ടറിക്ക് ഉപഹാരം നൽകി. അജാനൂർ പഞ്ചായത്ത് മെമ്പർ കാർത്യായനി PK, കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ, അജാനൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാട്ടുകുളങ്ങര, മുൻ സംഘം പ്രസിഡന്റ് ഡോക്ടർ എലിസബത്ത് സുധാകരൻ, കോൺഗ്രസ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ കാട്ടുകുളങ്ങര, ജീവനക്കാരുടെ പ്രതിനിധി ഉമേശൻ കാട്ടുകുളങ്ങര, ഭരണസമിതി അംഗങ്ങൾ, സബ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന സെക്രട്ടറി എം കരുണാകരൻ മറുപടി പ്രസംഗം നടത്തി. ഞാൻ സത്യം പറഞ്ഞാൽ എന്നാണ് ആരാണ് നിങ്ങൾ ഡയറക്ടർ പോലും അല്ല കൊണ്ടാക്കിയത്. താഴേന്ന് അതായത് ഭവാനി ടീച്ചറെ അനുജത്തി, ഞാൻ മറ്റൊരു സംഘത്തെ ജോലി ചെയ്യുന്ന അതിന് മുമ്പ് അംബേദ്കർ കോളേജിൽ 5 കൊല്ലം മാഷായിരുന്നു. അതിനുശേഷം HDC കഴിഞ്ഞ് കാഞ്ഞങ്ങാട് സഹകരണ സംഘത്തെ ഡെയിലി ബേസ് ചെയ്യുന്ന സമയത്തായി പരീക്ഷ എപ്പോഴോ എഴുതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വന്ന് ടീച്ചർ ഈ 2ാം റാങ്കാരനാണ് ഞാൻ. എന്നെ അവിടെ വന്നിട്ട് ടീച്ചർ സരോജിനി വെച്ചാൽ പഠിക്കുന്നു, നിങ്ങൾ വന്നാലേ പറ്റൂ, ഒരാഴ്ചയായി സംഘം പൂട്ടിക്കിടക്കുന്നു. അങ്ങനെ ഒരു ദിവസം മനസ്സിലാ ആ സമയത്ത് തന്നെ അതിൻ്റെ പ്രസിഡന്റ് ഞാൻ കാർഡ് ഒരു പോസ്റ്റ് ഉണ്ടാക്കി. എന്നെ അങ്ങോട്ടും പിരിക്കുന്നു ഇങ്ങോട്ടും പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോരാൻ പാടില്ല. അതുവരെ ആ സംഘത്തിന്റെ പോസ്റ്റ് ഉണ്ടാക്കിയില്ല, ഡെയിലി ബേസ് ആയിരുന്നു. അപ്പോൾ അതിന് പോസ്റ്റ് ഉണ്ടാക്കി തന്നു. സെക്രട്ടറി ഇൻചാർജ് ഉമാവതി രാജീവൻ സ്വാഗതവും സംഘം വൈസ് പ്രസിഡന്റ് അനിത സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.